മോളെ മുട്ട എന്തിനാ മോളെ വെച്ചേക്കുന്നത്? അമ്മേ ഇതുകൊണ്ട് ഞാൻ വിചാരിച്ചു കേക്ക് ഉണ്ടാക്കാവന്ന്. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്, അപ്പൊ അതിന്റെ ഒരു കേക്ക് ഉണ്ടാക്കി തരാം. ഞാൻ നേരത്തെ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ. ഞാനൊരു രസം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഉണ്ടാക്കി തരാം, അമ്മ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. എളുപ്പം ഉണ്ടാക്കുമോളെ. ഓക്കെ. 1 കപ്പ് മൈദ, പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, പിന്നെ ഇതിന് പിഞ്ച് ഉപ്പിടുന്നുണ്ട് കാരണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. പിന്നെ 1 ടീസ്പൂൺ മിൽക്ക് പൗഡറും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇടഞ്ഞെടുക്കണം. ഇതിലോട്ട് തന്നെ നമുക്ക് കുറച്ച് കറുകപ്പട്ടയുടെ പൗഡറും ഇട്ട് ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ ഇതിനാവശ്യമായ 4 മുട്ട എടുക്കുന്നുണ്ട്. ഈ 4 മുട്ടയും കൂടെ ഞാൻ ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കുറച്ച് വാനില എസൻസും ഇട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ടതിന് ശേഷം കുറച്ച് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ വേണ്ട ഈ പരുവത്തിൽ കിട്ടും. അതിനുശേഷം നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുന്ന മാവ് ഇതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഞാൻ ഇടുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് വിട്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് വരിക. അപ്പോഴത്തേക്ക് നമുക്ക് കേക്ക് ടിന്ന് റെഡിയാക്കി വെക്കണം. അങ്ങനെ ഇതിലോട്ട് ഞാൻ നമ്മുടെ ആ മാവെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ഓവന് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അമ്മേ എന്തോ കേക്ക് റെഡി ആയിട്ടുണ്ട്. അതെ, ഞാൻ ഇതൊന്ന് ഇതിന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അത് തന്നെ. എന്നിട്ട് അമ്മയ്ക്ക് ഒരു പീസ് തരാം, എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. ഇത് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഇതായിരുന്നു നമ്മൾ ഓർഡർ ചെയ്ത് കൊടുത്തത്. അപ്പൊ ഇത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കേക്കാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് മുറിക്കാം കേട്ടോ. ഇടയ്ക്ക് എനിക്ക് ഓർഡർ വരുമ്പോൾ ഞാൻ ഇത് ചെയ്ത് കൊടുക്കും. മറ്റേത് നേരത്തെ ക്രീം കേക്ക് ആയിരുന്നു ഫുള്ള് ചെയ്യുന്നത്. ഇത് കണ്ടോ, നല്ല കറക്റ്റ് പെർഫെക്ഷന് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മാറ്റട്ടെ. ഇത് കണ്ടോ, ഡ്രൈ ആകും. ഇത് കണ്ടോ, ഇതെല്ലാം ഫ്രൂട്ട്സാ. ഒരു ചെറിയ പീസ് മതി കേട്ടോ. ചെറിയ പീസ് മതിയോ? ചെറിയ പീസ് തിന്നാ പിന്നെ വലിയ പീസ് വേണം. ചെറുത് മുറിക്ക്, ചെറുത് തിന്നിട്ട് നോക്കാം. അല്ലാതെ നല്ല കേക്കാന്ന് പറയും വലുത് മുറിച്ച് തന്നാ എനിക്ക് തിന്നാൻ പറ്റിയില്ലെങ്കിലോ. അപ്പൊ ഞാൻ നോക്കട്ടെ, ചെറിയ പീസ് ഇതാ. ഇത് കണ്ടോ, ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് ആകാം. ഒരു കഷ്ണം ഒന്ന് കഴിച്ചു നോക്കിക്കേ. ഒന്ന് കഴിച്ചു നോക്കിക്കേ. കുറച്ച് മതി, കഴിച്ചു നോക്കാം. ഞാനും ഒന്ന് കഴിച്ചു നോക്കട്ടാ. നല്ല സൂപ്പർ കേക്കാണ്. നല്ല ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാടുണ്ട്. ഇത് റിച്ച് ആണേ കേട്ടോ. അപ്പം അങ്ങനെയുണ്ട്, നല്ല ടേസ്റ്റ് മോളെ, അടിപൊളി ടേസ്റ്റ്, അടിപൊളി. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അതേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് കേക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.